ഹലോ, ഞങ്ങളിന്ന് ഒരു ചക്ക എരിശ്ശേരി വെക്കാൻ പോവാണ്. കുറച്ച് ചക്ക ഞാൻ എടുത്തിട്ടുള്ളൂ. അത് അരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞ് കുക്കറിനകത്ത് വെച്ചിട്ടുണ്ട്. അതിനരയ്ക്കാനുള്ള തേങ്ങ, വെളുത്തുള്ളി, ജീരകം, അതിന് ചേർക്കാൻ കരിവേപ്പില, അതിന് വറുത്തിടാനുള്ള തേങ്ങയാണ് ഈ വെച്ചിരിക്കുന്നത്. ഇനി ഇതിലോട്ട് കുറച്ചുപ്പ്, ശകലം മഞ്ഞപ്പൊടി, ഒരു നിറത്തിന് വേണ്ടി കുറച്ച് മുളക് പൊടി, പിന്നെ ഇതിലോട്ട് ഇച്ചിരി വെള്ളം, ശകലം വെള്ളം കൂടുതൽ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. എരിശ്ശേരിക്കായതുകൊണ്ടാണ് അത്രയും വെള്ളം ചേർത്ത്. ഇനി ഇതൊന്ന് വേവിക്കാൻ പോവാം. ഇതൊരു വിസിൽ വരുമ്പോൾ ഇനി എടുക്കാം. ഇത് ഞാൻ അരച്ചിട്ട് കാണിക്കും. നമ്മുടെ ചക്ക ഇവിടെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി ഈ വെന്ത ചക്കയ്ക്കകത്തോട്ട് അരച്ച് വെച്ചേക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കണം. അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് ഇതൊന്ന് ഉടച്ചെടുക്കണം. ഇത് നന്നായിട്ട് ഉടച്ചിട്ട് ഞാൻ കാണിക്കാം. നമ്മുടെ ചക്ക ഇവിടെ എല്ലാം ഉടച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാക്കിയും വേണം ഈ തേങ്ങ ഇതൊന്ന് വറുത്ത് ചേർക്കണം. അതിന് 2 മുളക് ഞാൻ അതിനകത്ത് ചേർത്തിട്ടുണ്ട്. അതിന് ചേർക്കാനുള്ള കരിവേപ്പില ഇരിപ്പുണ്ട്. ഇനി ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് വറുക്കാൻ പോകും. രണ്ട് ജീരകം ഇട്ടിട്ടുണ്ട്. ഇത് മൂത്തിട്ട് കാണിക്കാം. നമ്മുടെ തേങ്ങ ഇവിടെ മൂത്ത് വരുന്നുണ്ട്. നമ്മുടെ തേങ്ങ ഇവിടെ മൂത്തിട്ടുണ്ട്. ഞാൻ ഇതിലോട്ട് ഈ ചക്ക ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് വെള്ളം കുറവാണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം വെച്ചിരിക്കുന്നു. നമ്മുടെ ചക്ക എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിലൊഴിച്ച് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. എല്ലാവരും ചെയ്ത് നോക്കുക. ഞങ്ങൾക്ക് ലൈക്ക് തരിക, സപ്പോർട്ട് ചെയ്യുക.